ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 റെസിപ്പീസുമായിട്ടാണ്. ഈ 2 വിഭവങ്ങൾക്കും കൂടി 2 ചെറിയ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് ഒരു കറിയാണ് കേട്ടോ. ഒരു 3 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട്. അത്രയ്ക്ക് എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ചോറുണ്ണാനായിട്ട് ഇത് മാത്രം മതിയാകും. അപ്പോൾ ഇതാ ഈ ഒരു പച്ചമാങ്ങ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇത് ഒരുപാട് പുളിയുള്ള മാങ്ങയല്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു മാങ്ങ മുഴുവനായിട്ടും ഞാൻ ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുണ്ട്. മാങ്ങയുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഒരു 5 ടേബിൾ സ്പൂണോളം ചിരകിയ തേങ്ങ ഞാനിതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾക്ക് കറിയുടെ ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് തേങ്ങ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് എരിവിനാവശ്യമായ പച്ചമുളകാണ്. 2 വലിയ പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുകയാണ്. ഞാനിത് അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത് വെള്ളമല്ല കേട്ടോ, പുളിയില്ലാത്ത മോരാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. മാങ്ങയുടെ പുളിക്കനുസരിച്ച് മോര് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വല്ലാതെ പുളിയുള്ള മോരാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാ ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുകയാണ്. മാങ്ങാ കറികളിലൊക്കെ ഉലുവ ചേർത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഉലുവ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ. നമ്മൾ എരിവിനായിട്ട് അരപ്പിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടി ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ. വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മോരൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊന്ന് ചൂടായി വന്നാൽ മതി. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് ചേർത്ത് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒന്ന് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ ചൂട് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ കറി നല്ലപോലെ ചൂടായി ആവി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ അവസാനം കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതിയാകും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇതാ കറി ഉണ്ടാക്കി വെച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. അടുത്തത് ഒരു ചമ്മന്തിയാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. ദോശയുടെയും ഇഡ്ഡലിയുടെയും ചോറിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഇത് അതിനായിട്ട് ഈ മാങ്ങ കഴുകിയെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 2 നുള്ള് ഉലുവ ഇതിലേക്ക് ചേർക്കാം. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മതി. ഉലുവയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് ചേർക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 3/4 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പും 3/4 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയം വരെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്ത് ഒരു 10 സെക്കൻഡ് വഴറ്റിയെടുത്തതിന് ശേഷം 5 ചെറിയ അല്ലി വെളുത്തുള്ളിയും 7-8 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക്
2 വറ്റൽമുളക് കൂടി ചേർക്കാം. നമ്മൾ കുറച്ച് കുരുമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഒരു ചെറിയ കഷ്ണം കായം കൂടി ഞാനിതിലേക്ക് ചേർക്കുകയാണ്. കായത്തിൻ്റെ പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇതെല്ലാം വഴറ്റിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കായത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്താൽ മതി. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇത് ചേർത്താൽ അധികം എരിവുണ്ടാവില്ല, നല്ലൊരു കളറും ഉണ്ടാവും. ലോ ഫ്ലെയിമിലിട്ട് ഈ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങ ഒന്ന് ചൂടായി വന്നാൽ മതി. തേങ്ങ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 7-8 കാഷ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂ ചേർത്താൽ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ചൂടാറുന്ന സമയത്ത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മാങ്ങാ കഷ്ണങ്ങളാണ്. അപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ചമ്മന്തിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനിയൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ഇങ്ങനെ തന്നെ ചോറിൻ്റെയോ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെയോ ദോശയുടെയോ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാനിനി ഇതിലേക്ക് ഒരു വറവും കൂടി ഇടുന്നുണ്ട്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വറവും കൂടി ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് മൂപ്പിച്ച് നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ചോറിൻ്റെ ഒപ്പം ഇതും മോരും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ചോറുണ്ണാനായിട്ട്. ഇതുപോലെ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇപ്പോൾ പച്ചമാങ്ങ ധാരാളം കിട്ടുന്ന സമയമാണല്ലോ. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്. മാങ്ങ കറിയാണെങ്കിലും വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. മാങ്ങയും കുറച്ച് ചെറിയ തേങ്ങയും കൂടെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ ഈ ചമ്മന്തി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. കഴിഞ്ഞ ദിവസം ഇട്ട മാങ്ങ മോരുകറിയുടെയും അതുപോലെ തന്നെ മാങ്ങ ചമ്മന്തിയുടെയും ഒക്കെ റെസിപ്പി ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ 2 റെസിപ്പീസും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.